എല്ലാ നിക്ഷേപകർക്കും ടോംസ് ടാർഗറ്റിന്റെ 3-ാം എപ്പിസോഡിലേക്ക് സ്വാഗതം. ആദ്യമായി നമ്മൾ പരിഗണിക്കുന്നത് ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര എന്ന കമ്പനിയാണ്. ഇത് 1969 സ്ഥാപിതമാണ്. ഇതിന്റെ ഇക്വിറ്റി ക്യാപിറ്റൽ ഓഹരി മൂലധനം 7692 കോടി രൂപയാണ്. ഫേസ് വാല്യൂ മുഖവില ഓഹരി ഒന്നിന് 10 രൂപ. 52 വീക്ക് ഹൈ 61 രൂപയും ലോ 42 രൂപയുമാണ്. ഇന്നത്തെ ലാസ്റ്റ് ക്ലോസിംഗ് പ്രൈസ് 57 രൂപയാണ്. ഇത് 52 വീക്ക് ഹൈയിൽ നിന്നും 6.56% താഴ്ന്നു നിൽക്കുന്നു. ഇതിന്റെ പ്രോഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് ബാങ്ക് ആയതുകൊണ്ട് എല്ലാ ബാങ്കിങ് സേവനങ്ങളും ഇത് ചെയ്യുന്നുണ്ട്. കൂടാതെ ട്രഷറി വർക്കുകളും കോർപ്പറേറ്റ് കമ്പനികൾക്ക് വേണ്ട സർവീസുകളും ചെയ്തു കൊടുക്കുന്നു. ഇനി നമുക്ക് ഷെയർ ഹോൾഡിംഗ് പാറ്റേണിലേക്ക് പോകാം. പ്രൊമോട്ടർമാരുടെ കൈവശം 79.60%, വിദേശ നിക്ഷേപകരുടെ കൈവശം 2.35%, ദേശീയ നിക്ഷേപകരുടെ കൈവശം 10.06%, പൊതുജനങ്ങളുടെ കൈവശം പബ്ലിക്കിന്റെ കൈവശം 8% ഓഹരികൾ നിൽക്കുന്നു. ആകെ ഓഹരി ഉടമകളുടെ എണ്ണം 9,74,400 ഏകദേശം. ഇനി നമുക്ക് ക്വാർട്ടർലി റിസൾട്ടിലേക്ക് പോകാം. 2024 സെപ്റ്റംബറിൽ ഈ കമ്പനിയുടെ റവന്യൂ 6017 കോടി രൂപയായിരുന്നു. 2025 ഈ വർഷം സെപ്റ്റംബറിൽ റവന്യൂ 7128 കോടി രൂപയാണ്. കഴിഞ്ഞ വർഷത്തേതിൽ നിന്നും 18.46% വളർച്ച കാണിക്കുന്നു. ഇനി നെറ്റ് പ്രോഫിറ്റിലേക്ക്. കഴിഞ്ഞ വർഷം സെപ്റ്റംബറിൽ 1333 കോടി രൂപ ലാഭമുണ്ടായി. ഈ വർഷം 2025 സെപ്റ്റംബറിൽ 1669 കോടി രൂപ ലാഭമുണ്ട്. കഴിഞ്ഞ വർഷത്തേതിൽ നിന്നും ഈ വർഷം 25.21% വളർച്ച കാണിക്കുന്നു. ഒരു വർഷത്തിനുള്ളിൽ ബാങ്ക് ഓഫ് മഹാരാഷ്ട്രയ്ക്ക് കിട്ടാവുന്ന ടാർഗറ്റ് പ്രൈസ് 84 രൂപയെന്ന് കണക്കാക്കുന്നു. രണ്ടാമതായി നമ്മൾ എടുക്കുന്നത് സിഗ്നിറ്റി ടെക്നോളജീസ് ലിമിറ്റഡ് ആണ്. ഈ കമ്പനി 1998 സ്ഥാപിതം. ഇതിന്റെ ഇക്വിറ്റി ക്യാപിറ്റൽ ഓഹരി മൂലധനം 28 കോടി രൂപ മാത്രമാണ്. ഫേസ് വാല്യൂ മുഖവില ഓഹരി ഒന്നിന് 10 രൂപ. 52 വീക്ക് ഹൈ 1981 രൂപയും ലോ 1033 രൂപയുമാണ്. ഇന്നത്തെ ലാസ്റ്റ് ട്രേഡിംഗ് പ്രൈസ്, അതായത് കറന്റ് മാർക്കറ്റ് പ്രൈസ് അല്ലെങ്കിൽ ക്ലോസിംഗ് പ്രൈസ് എന്ന് നമുക്ക് പറയാം, 1742 രൂപയാണ്. ഇത് 52 വീക്ക് ഹൈയിൽ നിന്നും 12.06% താഴ്ന്ന നിലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇതിന്റെ പ്രോഡക്റ്റ് അല്ലെങ്കിൽ സേവനങ്ങൾ എഞ്ചിനീയറിംഗ് സോഫ്റ്റ്വെയർ സർവീസുകൾ നൽകിയെന്നുള്ള മറ്റു കമ്പനികൾക്ക്. ഷെയർ ഹോൾഡിംഗ് പാറ്റേണിലേക്ക് പോകാം. പ്രൊമോട്ടേഴ്സിന്റെ കൈവശം 55%, വിദേശ നിക്ഷേപകരുടെ കൈവശം 11.9%, സ്വദേശ നിക്ഷേപക സ്ഥാപനങ്ങളുടെ കൈവശം 7.68%, പബ്ലിക്കിന്റെ കൈവശം 25.4% ഓഹരികളുണ്ട്. ആകെ ഓഹരി ഉടമകളുടെ എണ്ണം 28,200 ഏകദേശം. ഇനി പാദവാർഷിക റിപ്പോർട്ട് നോക്കാം. 2024 സെപ്റ്റംബറിൽ റവന്യൂ 499 കോടി രൂപ. 2025 ഈ വർഷം സെപ്റ്റംബറിൽ 567 കോടി രൂപ. കഴിഞ്ഞ വർഷത്തിൽ നിന്നും 13.63% വളർച്ച റവന്യൂവിൽ വന്നിട്ടുണ്ട്. ഇനി നെറ്റ് പ്രോഫിറ്റിലേക്ക്. കഴിഞ്ഞ വർഷം സെപ്റ്റംബറിൽ 53 കോടി രൂപ. ഈ വർഷം സെപ്റ്റംബറിൽ 83 കോടി രൂപ. കഴിഞ്ഞ വർഷത്തിൽ നിന്നും ഈ വർഷം 56.60% വളർച്ച കാണിക്കുന്നു. വളരെ നല്ലൊരു വളർച്ചയാണ്. ഒരു വർഷത്തിനുള്ളിൽ സിഗ്നിറ്റി ടെക്നോളജീസ് ലിമിറ്റഡിന് കിട്ടാവുന്ന ടാർഗറ്റ് പ്രൈസ് 2980 രൂപ എന്ന് കണക്കാക്കും. അടുത്തത് LIC ഓഫ് ഇന്ത്യ ലിമിറ്റഡ് ആണ്. നമുക്കെല്ലാവർക്കും LIC വളരെ പരിചിതമാണ്. 1956 ഈ കമ്പനി സ്ഥാപിതമായി. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് ഏകദേശം 245 സ്വകാര്യ ലൈഫ് ഇൻഷുറൻസ് കമ്പനികളാണ് ഇന്ത്യയിൽ ഉണ്ടായിരുന്നത്. സ്വാതന്ത്ര്യാനന്തരം
ഈ 245 കമ്പനികളെ ഏകോപിപ്പിച്ചുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റ് പാർലമെന്റിൽ ഒരു ആക്ട് പാസ്സാക്കി, ലൈഫ് ഇൻഷുറൻസ് ആക്ട് 1956. അതിന് പ്രകാരം ഈ 245 കമ്പനികളെ ഏകോപിപ്പിച്ച് LIC ഓഫ് ഇന്ത്യ എന്ന കമ്പനി രൂപീകൃതമായി. ഇത് 1956 സെപ്റ്റംബർ 1-നായിരുന്നു. തുടർന്ന് 2000 ആണ്ടുവരെ ഇത് കേന്ദ്ര ഗവൺമെന്റിന്റെ കുത്തകയായിരുന്നു. ഇൻഷുറൻസ് മേഖല പരിപൂർണമായും കേന്ദ്ര ഗവൺമെന്റിന്റെ കുത്തക അവകാശമായിരുന്നു. എന്നാൽ സാമ്പത്തിക വികസനത്തിന്റെ ഭാഗമായി 2000 ആണ്ടിൽ കേന്ദ്ര ഗവൺമെന്റ് ഇൻഷുറൻസ് മേഖല സ്വകാര്യ കമ്പനികൾക്കും കൂടി തുറന്നു കൊടുത്തു. അതോടെ ഏതാനും ഇൻഷുറൻസ് കമ്പനികളും നമ്മുടെ രാജ്യത്ത് നിലവിൽ വരികയുണ്ടായി. അതേ തുടർന്ന് LICക്ക് കടുത്ത മത്സരം നേരിടേണ്ടി വന്നു. അതിനാൽ 2022 LIC IPO നടത്തി പൊതുജനങ്ങൾക്ക് കൂടി ഓഹരി പങ്കാളിത്തം നൽകുകയുണ്ടായി. എന്നാൽ പോലും 96.5% ഷെയറുകളും ഗവൺമെന്റിന്റെ കൈവശം തന്നെയാണ് ഇപ്പോഴും നിലനിൽക്കുന്നത്. വരും വർഷങ്ങളിൽ കൂടുതൽ ഓഹരികൾ കേന്ദ്ര ഗവൺമെന്റ് വിറ്റഴിക്കാൻ സാധ്യതയുണ്ടെന്ന് വിദഗ്ധർ അവകാശപ്പെടുന്നു. ഇനി നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. LICയുടെ ഇക്വിറ്റി ക്യാപിറ്റൽ മൂലധനം 6325 കോടി രൂപയാണ്. ഫേസ് വാല്യൂ ഓഹരി ഒന്നിന് 10 രൂപ. 52 വീക്ക് ഹൈ 1008 രൂപയും ലോ 715 രൂപയുമാണ്. ഇന്നത്തെ ലാസ്റ്റ് ട്രേഡഡ് പ്രൈസ് 900 രൂപയാണ്. ഇത് 52 വീക്ക് ഹൈയിൽ നിന്നും 10.71% താഴ്ന്നു നിൽക്കുന്നു. LICയുടെ സേവനങ്ങൾ: ലൈഫ് ഇൻഷുറൻസ്, ടേം ഇൻഷുറൻസ്, ഹെൽത്ത് ഇൻഷുറൻസ്, പെൻഷൻ പ്രോഡക്ട്സ് തുടങ്ങിയ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നു. കൂടാതെ നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിലെ രണ്ടിലും BSEയിലും NSEയിലും പ്രധാനപ്പെട്ട ഒരു ഇൻവെസ്റ്റർ കൂടിയാണ് LIC. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇൻഷുറൻസ് കമ്പനിയും LIC തന്നെ. ഷെയർ ഹോൾഡിംഗ് പാറ്റേണിലേക്ക് പോകാം. പ്രൊമോട്ടർമാരുടെ കൈവശം ആദ്യം പറഞ്ഞതുപോലെ തന്നെ 96.5%, അതായത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയാണ്. വിദേശ നിക്ഷേപ സ്ഥാപനങ്ങളുടെ കൈവശം 0.13%, സ്വദേശ നിക്ഷേപ സ്ഥാപനങ്ങളുടെ കൈവശം 1.35%, പബ്ലിക്കിന്റെ കൈവശം 2.03% ഓഹരികളുണ്ട്. ആകെ ഷെയർ ഹോൾഡേഴ്സിന്റെ എണ്ണം 22,27,900 ആണ് ഏകദേശം. ഇനി പാദവാർഷിക റിപ്പോർട്ടിലേക്ക്. 2024 സെപ്റ്റംബറിൽ റവന്യൂ 2,31,132 കോടി രൂപയായിരുന്നു. എന്നാൽ ഈ വർഷം സെപ്റ്റംബറിൽ റവന്യൂ 2,41,524 കോടി രൂപയാണ്. കഴിഞ്ഞ വർഷത്തിൽ നിന്നും 4.5% വളർച്ച കാണിക്കുന്നു. ഇനി നെറ്റ് പ്രോഫിറ്റിലേക്ക്. കഴിഞ്ഞ വർഷം സെപ്റ്റംബറിൽ നെറ്റ് പ്രോഫിറ്റ് 7,723 കോടി രൂപയായിരുന്നു. ഈ വർഷം അത് 10,096 കോടി രൂപയാണ്. കഴിഞ്ഞ വർഷത്തിൽ നിന്നും 30.70% വളർച്ച കാണിക്കുന്നു. ഒരു വർഷത്തിനുള്ളിൽ LIC ഷെയറുകൾക്ക് വരാവുന്ന പരമാവധി പ്രൈസ് 1,454 രൂപയെന്ന് കണക്കാക്കുന്നു. അടുത്ത ആഴ്ചയിൽ വീണ്ടും കാണുന്നതുവരെ എല്ലാ നിക്ഷേപകർക്കും ശുഭാശംസകൾ, വിജയാശംസകൾ.